ഹായ് എവരിവൺ. മാരുതി അവരുടെ ഏറ്റവും പുതിയ വാഗനാർ ഫ്ലെക്സ് ഫ്യൂവൽ റിവീൽ ചെയ്തിരിക്കുകയാണ്. ഇത് ഇന്ത്യയിലെ ആദ്യത്തെ E85 കോമ്പാറ്റബിൾ ആയിട്ടുള്ള വാഹനമാണ്. ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ആയിട്ടുള്ള നിതിൻ ഗഡ്കരിയും പെട്രോളിയം മിനിസ്റ്റർ ഹർദീപ് സിംഗും കൂടിയാണ് ഈ വാഹനം ലോഞ്ച് ചെയ്തത്. E85 എന്ന് പറയുമ്പോൾ 85% എത്തനോളും 15% പെട്രോളും മിക്സ് ആയിട്ടുള്ള ഫ്യൂവലാണ്. ഇപ്പോൾ നമുക്ക് കിട്ടുന്നതാണെങ്കിൽ E20 പെട്രോളാണ്. ക്രൂഡ് ഓയിലിന്റെ വിലക്കയറ്റവും വലിയ തോതിലുള്ള ഇറക്കുമതി ചെലവുമാണ് E85 ഫ്യൂവലിന് പ്രേരണയായത്. K12N എഞ്ചിനായിട്ടുള്ള 1.2 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിൻ തന്നെയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. പക്ഷേ അതിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. E85 ഫ്യൂവലിന് ലിറ്ററിന് 80 രൂപയാണ് ഉണ്ടാവുക എന്നാണ് അറിയാൻ സാധിച്ചത്. 26 കിലോമീറ്റർ പെർ ലിറ്റർ വരെ മൈലേജ് ലഭിക്കുമെന്നാണ് പറയുന്നത്. വാഹനത്തിന്റെ വില ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. 2027ഓടെ ഇന്ത്യയിലാകെ 5000 E85 ഫ്യൂവൽ സ്റ്റേഷൻ ആക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. എത്തനോൾ ഒരു ബയോഫ്യൂവലാണ്. ഇത് നിർമ്മിക്കുന്നത് അഗ്രികൾച്ചർ വേസ്റ്റിൽ നിന്നാണ്. ഇത് നോർമൽ പെട്രോളിനെ വെച്ച് നോക്കുമ്പോൾ എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആണ്. ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ചിലപ്പോൾ ട്രാൻസ്പോർട്ട് മിനിസ്റ്ററായ നിതിൻ ഗഡ്കരി ആയിരിക്കും. അദ്ദേഹം ഫോം ചെയ്ത കമ്പനിയാണ് മനാസ് അഗ്രോ ഇൻഡസ്ട്രീസ് ആൻഡ് സിയാൻ അഗ്രോ ഇൻഡസ്ട്രീസ്. ഈ കമ്പനീസ് എത്തനോളിന്റെ പ്രൊഡക്ഷനിൽ ഇൻവോൾവ്ഡ് ആണ്. ഷുഗർ കെയിനിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ടുള്ള മൊളാസിസിൽ നിന്നാണ് എത്തനോൾ നിർമ്മിക്കുന്നത്. നിതിൻ ഗഡ്കരിയുടെ മകനാണ് ഈ ബിസിനസ് എല്ലാം മാനേജ് ചെയ്യുന്നത്. ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ താൻ ഇടപെടാറില്ല എന്നാണ് നിതിൻ ഗഡ്കരി വ്യക്തമാക്കിയിരുന്നത്. ഈ മാറ്റത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.